ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് അങ്ങനെ ഒരുത്തരുടെ പിന്തുണ കിട്ടുന്നതൊക്കെ ചിലപ്പോൾ നേട്ടമാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നും. പക്ഷേ നിരന്തരമായി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകൾ, അത് ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന അപമതിപ്പ്, പരസ്യമായി തന്നെ ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയൊക്കെ സംസാരിക്കുന്ന അവസ്ഥ, യഥാർത്ഥത്തിൽ എന്നിട്ടും ഈ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിക്കളയാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ചേർത്തു പിടിക്കുകയാണ് CPM. അത് CPM-ന് ഒരു ബാധ്യതയായി മാറുമോ? നമ്മുടെ CPM-ന്റെ സെക്രട്ടറി ഗോവിന്ദ മാസ്ക് നാട്ടിലുണ്ട് വെള്ളാപ്പള്ളിനെ തള്ളിപ്പറയാൻ. അനാവശ്യമായിട്ടുള്ള വാക്കുകളും ആവശ്യമില്ലാത്ത വാക്കുകളും പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തിലുണ്ട്. കോൺഗ്രസ് വിരോധമാണ് അയാൾക്ക്. അയാൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വക്താവാണ് അയാള്. പിണറായി വിജയന്റെ വാല് തൂങ്ങി നടക്കുന്ന ആള്. അല്ലാണ്ട് SNDP-യിലെ ഒരു സമുദായ നേതാവല്ല. SNDP-ക്കാര് വരെ അവനെ അടിക്കാൻ നടക്കണ്. ഇന്നലെ എത്ര നിങ്ങളെ ന്യൂസ് കിട്ടിയില്ല, എത്ര SNDP-യിലെ ആൾക്കാർ പറഞ്ഞു ഇയാളെ ചോക്കാൻ പറ്റുന്നില്ലാന്ന്. ഇലക്ഷൻ വരുന്ന സമയത്ത് ഇയാൾ പൈസ ഇറക്കിയിട്ട് ഇയാൾ സെക്രട്ടറി ആവണമെന്നാണ്. അല്ലാണ്ട് ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ ആ സമയത്ത് കേസ് കൊടുക്കുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയൊക്കെ വേണം. അങ്ങനെ ഒരു ആരോപണം വെറുതെ ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല. അല്ല എന്റെ കിരൺ സാർ അംഗീകരിക്കണേ, അല്ലാണ്ടൊന്നും ശ്രീനിവാസൻ, അത് അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞിട്ട് ആ ഇലക്ഷനിൽ ജയിക്കുമ്പോൾ നിങ്ങളത് കാശ് കൊടുത്തിട്ടാണ് വോട്ട് നേടി ജയിച്ചതെന്നൊക്കെ പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പണം കൊടുത്ത് നിങ്ങൾ പിടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയൊക്കെ വേണം. അല്ലാതെ നമ്മൾ അത്തരം ആരോപണം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയല്ല, പൈസകൾ ഇറക്കിയിട്ട് ഞാൻ പൈസ. താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഒരു പൊതുവേദിയിൽ, എനിക്ക് താങ്കളുടെ ഉദ്ദേശം തള്ളിപ്പറയുകയൊന്നുമല്ല. പൊതുവേദിയിൽ നമ്മൾ അത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കയ്യിൽ തെളിവോ ആരോപണമോ കേസോ എന്തെങ്കിലും വേണം. അല്ലാതെ നമ്മൾ അങ്ങനെ ആരോപിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. താങ്കൾ പറഞ്ഞ സ്പിരിറ്റൊക്കെ എനിക്ക് മനസ്സിലായി. അല്ല ശരി, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോപണം ഞാൻ പിൻവലിക്കാം. മതിയോ? താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പിൻവലിച്ചു. മനസ്സിലായ ഈ പിണറായി വിജയന്റെ വാക്ക് കേട്ട് ഇയാളെ കൊണ്ട് കാറുകൾ കയറ്റി ആ മഹാസംഗമം, അയ്യപ്പ സംഗമം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? കള്ളന്മാർക്ക് വേണ്ടിയിട്ടാ നടത്തിയത് അയ്യപ്പ സംഗമം. ഇപ്പൊ അയ്യപ്പ സംഗമത്ത് ഇവിടെ ശബരിമലത്തെ ഇന്നത്തെ ന്യൂസിലുണ്ട്. നിങ്ങളുടെ ന്യൂസ് ആയിട്ട് തന്നെ ഇപ്പൊ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര സ്വർണങ്ങൾ, 7 പാടുകൾ, വളരെ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദിവാകരൻ, യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ ഉണ്ട് എന്ന് വരുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതൊരു ബാധ്യതയാണോ? ഇപ്പോഴത്തെ സാറേ നമസ്കാരം, ഈ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഏത് പാർട്ടി ഇയാളെ പിന്തുണ ഏറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് അനർത്ഥയുണ്ടാവും. ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് പല്ലളിച്ചിട്ട് റെസ്പെക്ട് മേലെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാണ്ട് ഒരു കളവനായിട്ടുള്ള ഇയാൾ, ഞാനും കളവൻ തന്നെയാ, 10-24 വയസ്സായി. പക്ഷെ നമ്മൾ ആളോട് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് അല്ലേ? എന്തെന്നാ കളിച്ചു കൂട്ടി ഇയാളെയല്ല ഉന്നത സ്ഥലത്ത് വെച്ചിട്ട് ഇവർ ആകെ അലാക്കാണ്ട രീതിയിലുള്ള ഇയാളെ പുറപ്പാട്. അതുമല്ല വൺ റീജിയൻ വൺ കാസ്റ്റ് വൺ കോഡ് ഫോറം എന്ന മതേതര രാജ്യ നിരന്തരമായിട്ട് മുസ്ലിമിനെയും മറ്റുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇയാളെ പിടിച്ചു കെട്ടാൻ ആളില്ലേ? ഒന്നിക്കല് ചികിത്സ നടത്തുക, അല്ലെങ്കിൽ ആ സ്ഥാനത്തുനിന്ന് പോക്കുക. ഇത് ആ പാർട്ടിക്ക് ദോഷമല്ല. ഏത് പാർട്ടി ഇയാളെ പിടിച്ചാലും എല്ലാവർക്കും അനർത്ഥം ഉണ്ടാവും സാറേ. എല്ലാവർക്കും അത് മനസ്സിലാകുന്ന, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനുഷ്യന് ബുദ്ധിയും വകതിരിവും ഉണ്ട്. പക്ഷിമൃഗാദികൾക്ക് പിന്നെ വകതിരിവില്ല, ബുദ്ധിയുള്ളൂ. ഇയാൾ ആ കൂട്ടത്തിൽ പൊതുവനല്ലേ പറ്റൂ. ഒരു പ്രായം കൊണ്ട് കഴിഞ്ഞാൽ അൽഷിമേഴ്സ് ഞമ്മക്കൊന്നും വരൂല. പക്ഷെങ്കിൽ ഞമ്മക്കൊന്നും ഈ സമയത്ത് ഇനി മരിക്കുന്നവരെ വരൂല എന്നുള്ള ധാരണയുണ്ട്. പക്ഷെ ഇങ്ങനെയുണ്ട് ഒരു എല്ലാവരും കേൾക്കുന്ന. ഇന്നലെ മാധ്യമ പ്രവർത്തകര് പാവം, അവര് ജീവിക്കാനല്ല, അവരിത് പിന്നെ ജേർണലിസം പഠിച്ചിട്ട് അവരാ കടമയല്ല അവര് നിർവഹിച്ച സാറേ. എന്നിട്ട് എന്തെന്നാ ശ്രീ ദിവാകരൻ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ശ്രീ സന്തോഷാണോ വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളിയുടെ പിന്തുണ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ വെള്ളാപ്പള്ളിനെ ഒരു രാഷ്ട്രീയക്കാരും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പുള്ളി ഇപ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോ
ഈ കുതിര കച്ചവടത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണ്.